റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. പ്രിയ സഹോദരങ്ങളെ, വളരെ മനസ്സിൻ്റെ വേദനയോടെയാണ് ഇന്നിൻ്റെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒത്തുചേരുന്നത്. വളരെ സന്തോഷദായകമായ ദിനരാത്രങ്ങളായിരുന്നു നാളിതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. മറ്റു ഭൗതിക താല്പര്യങ്ങളോ ശാരീരിക ഇച്ഛകളോ ഒന്നുമില്ലാതെ എല്ലാം ദൈവിക പ്രീതിക്ക് വേണ്ടി സ്വമേധയാ സമർപ്പിക്കാനുള്ള അർപ്പണ മനോഭാവം നമ്മുടെയൊക്കെ എല്ലാ തലങ്ങളിലും പ്രകടമായിരുന്നു. ഒരു അദൃശ്യമായ ശക്തിയുടെ കൃത്യമായ നിയന്ത്രണം വാക്കിലും നോക്കിലും ചിന്തകളിൽ പോലും നമ്മെ സ്വാധീനിച്ചിരുന്നു. ആ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു നമ്മളൊക്കെ ചലിച്ചിരുന്നത്. എല്ലായ്പ്പോഴും ആ നിയന്ത്രണത്തിന് വിധേയരാണെങ്കിൽ പോലും ആ ഓർമ്മയോട് കൂടെയാണ് ഈ സമയങ്ങളൊക്കെയും നമ്മൾ ചെലവഴിച്ചത്. പരിശുദ്ധ റമളാൻ പറയുമ്പോഴേ ഒരു വൈകാരികമായി നമ്മുടെ മനസ്സിന് അത്രത്തോളം സ്വാധീനം ചെലുത്തിയ മഹിതമായ ഒരു നാമമാണ് റമളാൻ എന്നുള്ളത്. അത് വിട പറയുകയാണ്. ഉറ്റവരായ ആളുകൾ നമ്മിൽ നിന്ന് യാത്ര പറയുമ്പോൾ എങ്ങനെയാണോ, നമ്മളേറെ ഇഷ്ടപ്പെടുന്ന വസ്തു കിട്ടാതെ പോകുമ്പോൾ എങ്ങനെയാണോ, അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള വല്ലാത്ത ഒരു ശൂന്യത, ഒരു വിടവ് നമ്മുടെ മുന്നിൽ പ്രകടമാകുന്ന പോലെ, നമുക്ക് വരാനിരിക്കുന്ന പോലെ വല്ലാത്തൊരു സാഹചര്യം നമുക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ ഇത് പ്രവാചകൻ്റെ അധ്യാപനത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉൾക്കൊള്ളാനും കഴിയും. മാലാഖമാരൊക്കെ ഈ വിശ്വാസികൾക്ക് വരാനിരിക്കുന്ന ഈ വിപത്തിനെക്കുറിച്ച് ഓർത്ത് കരയുമെന്നാണ്. റമളാൻ പോവുക എന്ന വിപത്ത് അത്രമാത്രം ഗൗരവതരമാണ്, അത്രമേൽ ഭയാനകമായി നമ്മൾ കാണേണ്ട ഒരു കാര്യവുമാണ്. ഇനിയും ഒരുപാട് റമളാനുകൾ വരവേൽക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. സുബഹി മുതൽ ഒന്നും ആവശ്യമില്ല, രാവിലെയുള്ള നാസ്തയ്ക്ക് വേണ്ടിയോ അതല്ലെങ്കിലുള്ള മറ്റു സമയങ്ങളിലുള്ള ഭക്ഷണങ്ങൾക്ക് വേണ്ടിയോ ഒന്നും ഒരു കാത്തിരിപ്പോ അതിനുള്ള തയ്യാറെടുപ്പോ ഒന്നുമേ ഇല്ലാതെ നമ്മളൊക്കെ ഫ്രീ ആയിരുന്നു. രോഗികളോ കുഞ്ഞുങ്ങളോ ഉണ്ടെങ്കിൽ അവർക്കുള്ള അന്നപാനീയങ്ങൾ മാത്രമായിരുന്നു അനിവാര്യമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വല്ലാത്ത സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ. അതിനേക്കാളൊക്കെ ആത്മീയമായിട്ടുള്ള വല്ലാത്ത ഒരു അനിർവചനീയമായ ഒരു മഹാനുഭൂതി കൂടി നമുക്കുണ്ടായിരുന്നു. പക്ഷേ വിടവാങ്ങുകയാണ്.
തറാവീഹിൻ്റെ നന്മകളുടെ ധർമ്മങ്ങളുടെ ഒക്കെ വിശുദ്ധമായ ഈ മാസം വിട പറയുകയാണ്. ഇരട്ടി പ്രതിഫലങ്ങൾ ലഭ്യമാകുന്നൊരു മാസത്തിന് വർഷത്തിൻ്റെ കാത്തിരിപ്പ് ഇനി വേണ്ടി വരികയാണ്. ഈ സമയങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ ഓർക്കുമ്പോൾ ഒരു സ്വപ്നമായി നമുക്കിങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്ന ദിവസങ്ങളായി മാറുകയാണ്. പോരാറുള്ള പോലെ പട്ടിണിയിലുള്ള പ്രയാസമല്ല ഈ മാസം നമുക്ക് നൽകിയത്. വിശപ്പിൻ്റെ കാഠിന്യമായിരുന്നില്ല യഥാർത്ഥത്തിൽ നമ്മളെ അലട്ടിയിരുന്നത്. മറിച്ച് ആ വിശപ്പിൻ മൂലം നമ്മൾ പഠിച്ചെടുത്ത, ആ വിശപ്പിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു വല്ലാത്ത സാമൂഹിക അന്തരീക്ഷമായിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ ധർമ്മത്തിലൂടെ ചെയ്യേണ്ട ഒരു സാമൂഹിക പ്രതിരോധത്തെക്കുറിച്ചായിരുന്നു ഈ ഒരു മാസത്തിലൂടെ നമ്മളൊക്കെ പുതിയ ഒരു ജീവിതക്രമം പഠിച്ചെടുത്തത്. ആ മാസം വിട പറയുമ്പോൾ ഇനി നമ്മുടെ ഓർമ്മകൾ അയവിറക്കി ഇനിയുള്ള സമയങ്ങൾ ഇതിൽ നിന്ന് ലഭ്യമായ ആത്മീയമായ ഒരു പരിവേഷമുണ്ട്, ആത്മീയമായ ഒരു മഹോന്നതിയുണ്ട്. അത് ഫോളോ ചെയ്ത് കൃത്യമായി ജീവിതത്തിൻ്റെ ശിഷ്ടഭാഗങ്ങളിലും അതിലൂടെ നേടിയെടുത്ത ആ ക്രമങ്ങൾ, അതിലൂടെ നേടിയെടുത്ത ആത്മീയമായ പരിശീലനം അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതം എന്താണ്? നൈമിഷികമായ ഒന്നാണ്, നശ്വരമായ ഒന്നാണ്. പരിഭാവനമായ ഖുർആനൊക്കെ പലപ്പോഴും സൂചിപ്പിച്ച പോലെ ഇത് ഭൗതികത കേവലം കളിയും തമാശയും ഒക്കെയാണ്. അതിൽ കാര്യമായിട്ടൊന്നുമില്ല ഒരു സ്വപ്നലോകത്തുള്ള ഒരു ജീവിതം. ഗാഢമായ നിദ്രയിൽ കിടക്കുമ്പോൾ സ്വപ്നങ്ങൾ നമ്മളൊക്കെ കാണാറുണ്ട്. ഒരുപക്ഷെ നല്ലതോ ചീത്തതോ കാണാം. കൊട്ടാര സമാനമായ സൗധങ്ങൾ രമ്യഹർമ്മങ്ങളായി, മണിമന്ദിരങ്ങൾ, അതിലൂടെ ഒഴുകുന്ന വളരെ മനോഹരമായ തടാകങ്ങൾ, ആ തടാകങ്ങളിലൂടെ ഗളഗളാരം മുഴക്കി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണീർ പോലെയുള്ള വെള്ളം, അതിൽ സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾ, ഇതൊക്കെ സ്വപ്നത്തിൽ വരാറുണ്ട്. ഒരുപക്ഷെ ഭീതിജനകമായ സ്വപ്നങ്ങളും കാണാറുണ്ട്. വളരെ പൈശാചികമായ, അതല്ലെങ്കിൽ ഭീകര സ്വത്വം രൂപം പ്രാപിച്ച രാക്ഷസന്മാരും, ഇങ്ങനെ പല തലങ്ങളിൽ. പക്ഷേ ഈ നിദ്രയിൽ നമ്മൾ കാണുന്ന ഈ സ്വപ്നം അത് ഉണരുന്നതോടെ അവസാനിക്കുന്നു. കാരണം യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നതോടെ സ്വപ്നങ്ങളെല്ലാം മിഥ്യയാകുന്നു. ഇതുപോലെയാണ് ഈ ഭൗതികമായ ഈ ലോകം. സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ എന്തിന് അടിപിടി കൂടണം? ഒരടി മണ്ണിന് വേണ്ടിയോ? മറ്റൊരുത്തൻ അവകാശപ്പെട്ടത് എന്തിന് നമ്മൾ പിടിച്ചെടുക്കണം? ഈ സ്വപ്നലോകം പോലെ ജീവിക്കുന്ന ഈ നൈമിഷികമായ ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിൻ്റെ ഒരു ആനന്ദം, അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മൾ ആഗ്രഹിച്ച് നേടി എന്ന ഒരു സന്തോഷം, അതിനു വേണ്ടിയാണോ ഇവിടെ കലാപ കലുഷിതമായ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കേണ്ടത്? മഹാരഥന്മാരൊക്കെ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച്, ഭൗതികതയെക്കുറിച്ച് പറഞ്ഞത് നമ്മളൊന്ന് ഒരു ഉപമ നമ്മൾ മനസ്സിലാക്കിയാൽ, ഞാൻ ഓർത്തു പോവുകയാണ് കവിത, ഒരു അറബി കവിതയിലൂടെ. ഇന്നലില്ലാഹി ഇബാദൻ ഫൂത്തന ത്വല്ലഖുദ്ദുന്യാ വഖാഫുൽ ഫിതന വനളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യൻ വതന വജഅലുഹാ ലുജ്ജതൻ ഫത്തഖദു സാലിഹൽ അഅമാലി ഫീഹാ സുഫുന. ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വെച്ച പരാമർശന വിധേയമായ ചില ആശയങ്ങളാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതന. സ്രഷ്ടാവായ അള്ളാഹുവിന് ബുദ്ധിയുള്ള നല്ല വിവേകശാലികളായ
ദാസന്മാർ. അങ്ങനെയുള്ള ദാസന്മാരുടെ അവസ്ഥ തൊല്ലഖുദ്ദുന്യ വഖാഫുൽ ഫിത്തന. ഈ ഭൗതികതയെ അവർ മൊഴിച്ചൊല്ലിയിരിക്കുന്നു, ദുനിയാവിനെ അവർ മൊഴിച്ചൊല്ലിയിരിക്കുന്നു. കാരണം എന്ത്? വഖാഫുൽ ഫിത്തന. ഈ ഭൗതികമായ ലോകത്ത് അവർ ഫിത്തനെ ഭയപ്പെടുന്നു, നാശത്തെ അവർ ഭയപ്പെടുന്നു. അത് നിമിത്തമായി ആ ദുനിയാവിനെ തന്നെ, ഐഹികമായ ഈ ലോകത്തെ തന്നെ അവർ വേണ്ട എന്ന് വെക്കുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, വനളറു ഫിഹാ ഫലമ്മ അലിമു അന്നഹാ ലൈസത്ത് ലഹയ്യൻ വതന. അവർ പ്രപഞ്ചത്തിലേക്കൊന്നിങ്ങനെ നോക്കി, ഭൗതികമായ ലോകത്തേക്ക് അവർ നോക്കി, ദൃഷ്ടി അയച്ചു. വനളറു ഫിഹാ ഫലമ്മ അലിമു, അവരറിയുകയാണ് അന്നഹാ ലൈസത്ത് ലഹയ്യൻ വതന. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു സ്വദേശമാക്കാൻ, എന്നേക്കും ജീവിക്കാൻ കഴിയുന്ന ഒരിടമല്ല ഈ ഭൗതിക ലോകം എന്നവർ തിരിച്ചറിയുകയാണ്. വജഅലുഹാ ലുജ്ജത്തൻ ഫത്തഖദു സ്വാലിഹൽ അഅമാലി ഫിഹാ സുഫുന. അവർ ഈ പ്രപഞ്ചത്തെ, ഈ ദുനിയാവിനെ അവർ ഉപമിച്ചത്, അല്ലെങ്കിൽ അവർ കണ്ടത് നല്ല സമുദ്ര തുല്യമായിട്ടാണ്. ലുജ്ജത്തൻ ഫത്തഖദു, നല്ല അലമാലകളുള്ള, തിരമാലകളുള്ള ഒരു കടലിന് സമാനമായി, സമുദ്ര സമാനമായിട്ടാണ് ഈ പ്രപഞ്ചത്തെ അവർ കണ്ടുവച്ചത്. അങ്ങനെ വരുമ്പോൾ രക്ഷപ്പെടാൻ എന്ത് വേണം? ആഴിയുടെ അഗാധഗർത്തത്തിലേക്ക് ആണ്ടു പോകാതെ അതിൻ്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ നിർബന്ധമായി കപ്പൽ വേണമല്ലോ. ആ കപ്പൽ ഏതാണ്? സാലിഹൽ അഅമാലി ഫിഹാ സുഫുന. ആ സമുദ്രമാകുന്ന ഈ ദുനിയാവിൽ ആഴമേറിയ വല്ലാത്ത പ്രതിസന്ധിയുള്ള ഈ ഭൗതികതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ ആടി ഉലയാതെ മുന്നോട്ട് പോകാൻ അവർ കപ്പലിന് സമാനമാക്കിയത് സ്വാലിഹൽ അഅമാൽ, സൽക്കർമ്മങ്ങളായിരുന്നു. സൽക്കർമ്മങ്ങളെ അവർ കപ്പലിനോട് ഉപമിച്ചുകൊണ്ട് ഈ ദുനിയാവിനെ സമുദ്രത്തോട് ഉപമിച്ച് അങ്ങനെ സഞ്ചരിക്കുന്ന അള്ളാഹുവിൻ്റെ വിവേകശാലികളായ ദാസന്മാരെ വിശേഷിപ്പിച്ചുകൊണ്ടൊരു കവി പറഞ്ഞു വെച്ചത് സന്ദർഭോചിതമായി ഞാനിവിടെ ഓർക്കുകയാണ്. അങ്ങനെയല്ലേ കാര്യം? എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു നോമ്പിൻ്റെ സമാപന ഘട്ടത്തിൽ. ഇൻഷാ അല്ലാഹ് നമ്മളിതിൽ നിന്നെല്ലാം നോമ്പെല്ലാം കഴിഞ്ഞ് പെരുന്നാളിൻ്റെ പൊന്നമ്പളിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഈ ഒരു ചിന്തയോട് കൂടെ നമ്മളൊരിക്കലും ഈ ഒരു ദുനിയാവിന് വേണ്ടി സമര പോർക്കളത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അതിനുവേണ്ടി നമ്മൾ മരിക്കേണ്ടതില്ല. എത്ര മരണങ്ങൾ, എത്ര അംഗച്ഛേദങ്ങൾ, എത്ര കലുഷിതമായ സംഘടന സംഘർഷഭരിതമായ അവസ്ഥകൾ, എല്ലാം എന്തിനു വേണ്ടി? ഈ ഒരു ദുനിയാവിന് വേണ്ടി. ദുനിയാവോ ആരെയും കാത്തു നിൽക്കാതെ വളരെ പൊടുന്നനെ അവസാനിക്കുന്ന വല്ലാത്ത ഒരു അത്ഭുതകരമായ ഒരു സംവിധാനം. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇവിടെ സൽക്രമങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ദുനിയാവാകുന്ന സമുദ്രത്തിൻ്റെ മുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. എന്തെല്ലാമാണ് സൽക്കർമ്മങ്ങൾ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതോട് കൂടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ആളുകൾക്കിടയിൽ സമാധാനവും സന്തോഷം നൽകാൻ കാരണമാകുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങൾ, മാനവികതയ്ക്ക് വേണ്ടിയുള്ള സംസാരങ്ങൾ, മനുഷ്യന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ, മനുഷ്യനിൽ പാവപ്പെട്ടവനെ ഉന്നതനാക്കാനും അവനെ മറ്റാളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവരാനും മുഖ്യധാരയിലേക്ക് അവനെ കൈപിടിച്ചുയർത്താനുമുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും, അങ്ങനെ കളവില്ലാത്ത, വഞ്ചനയില്ലാത്ത ഒരുപാട് സുഹൃതങ്ങൾ ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് എത്ര ആഴമേറിയ സമുദ്രമാണെങ്കിലും അവിടെ നമുക്ക് തീരത്ത് അണിയാൻ കഴിയും. എവിടെയാണ് തീരം? അത് നാളെ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ആഖിറമാണ്. ആ ആഖിറമാണ് യഥാർത്ഥത്തിൽ പരീക്ഷണത്തിൻ്റെ തീക്ഷ്ണമായ പരീക്ഷണവും അതുപോലെ തന്നെ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫല ശിക്ഷകളൊക്കെ ഉൾക്കൊള്ളുന്ന വല്ലാത്തൊരു അത്ഭുതം വരാനിരിക്കുന്ന ആഖിറമാണ്. അവിടെ രക്ഷയുടെ വിമോചനത്തിൻ്റെ വഴി എളുപ്പമാകണമെങ്കിൽ ഇവിടെ കഠിനാധ്വാനത്തിലൂടെ സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ ഈ സുഹൃതങ്ങളുടെ ഭാഗമായി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നിശ്ചയം അവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നോമ്പ് നൽകിയ സന്ദേശം അതാകട്ടെ.
പുണ്യങ്ങളുടെ പൂക്കാലം, അനുഗ്രഹങ്ങളുടെ വസന്തകാലം എന്ന് ആവേശത്തോടെ നമ്മളൊക്കെ പറഞ്ഞ ഈ റമദാൻ മാനവരാശിക്ക് ദുഃഖം നൽകി നമ്മിൽ നിന്ന് വിട പറയുകയാണ്. അടുത്ത വർഷം ഇങ്ങനെ ഒരു പ്രോഗ്രാമുമായി നമ്മുടെ പ്രിയപ്പെട്ട NCV ചാനൽ മുന്നോട്ട് വരുമ്പോൾ അതിൽ പറയാൻ ആര്, അത് കേൾക്കുന്നവർ ആര്, അതിൻ്റെ സംഘാടകർ ആര് എന്നൊന്നും പറയാൻ കഴിയാത്ത അത്ര മാത്രമേ നമ്മളൊക്കെ ഉള്ളൂ. അവസാനിക്കുന്ന ഒരു നിമിഷം എന്ന്, എവിടെ, എങ്ങനെ എന്ന് പോലും പ്രവചിക്കാൻ കഴിയാതെ ഒരു യാന്ത്രികമായ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മളും അങ്ങനെ കറങ്ങുന്നു. യന്ത്രത്തിനനുസൃതമായ ഒരു കറക്കം, അതിനനുസൃതമായ ഒരു ജീവിതം. ആ ജീവിതത്തിൻ്റെ പര്യവസാനം എങ്ങനെയെന്ന് പോലും പറയാൻ കഴിയാത്ത നാം ജീവിതകാലത്ത് അതെല്ലാം മറന്ന് അവിടെ പിണക്കമായി, വഴക്കായി, കണ്ടാൽ മിണ്ടാത്ത, പരസ്പരം കാണാൻ ഇഷ്ടപ്പെടാത്ത വല്ലാത്ത മതിൽക്കെട്ടുകളുണ്ടായി മനുഷ്യർ അതിൻ്റെ ഏറ്റവും ആ അപകടം നിറഞ്ഞ, മാനവികതയ്ക്ക് ഒട്ടും യോജിക്കാത്ത, മൃഗീയത എന്ന് പറയുമ്പോൾ മൃഗങ്ങൾ പ്രതിഷേധിക്കുന്ന അത്രമാത്രം ഒരു ജീവിതത്തിൻ്റെ വികൃതാന്തരീക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റമദാൻ നമുക്കൊരുപാട് നന്മകൾ നൽകിയിട്ടുണ്ട്. പാവപ്പെട്ടവരെ പട്ടിണി അറിയാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ദാനധർമ്മം നൽകാൻ ഫിത്ർ സക്കാത്തിലൂടെ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ വലിയ ത്യാഗോജ്വലമായ ജീവിതം, അത് ജീവിതത്തിന് ഇനിയുള്ള ഭാഗങ്ങളിലും കൂടെ കൊണ്ടുവരാനുള്ള തീവ്രമായ പ്രയത്നമാണ് നമുക്ക് ഓരോ ആളുകൾക്കും ഉണ്ടാകേണ്ടത്. കരുണക്കടലായ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം വിട ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.